ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തിരുമേനയുടെ അവസ്ഥയില് അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു ചടങ്ങ്, എന്നാൽ ഒട്ടും കുറവ് വരുത്താനും പാടില്ല. അതുപോരെ തിരുമേനി? സത്യത്തിൽ ഞാൻ ആലോചിച്ചത് കൃഷ്ണഭഗവാന്റെ മുമ്പിൽ നിന്ന് ഒരു താലി കെട്ടി അവർ ഒന്നിച്ച് ജീവിച്ചോട്ടെ എന്നാ. അവര് പറഞ്ഞ് അറിയണ്ട, ഞാൻ തന്നെ പറയണം തോന്നി. എന്റെ സങ്കടം കാണുമ്പോ ഒരു സുഖം അല്ലേ? എനിക്ക് ചുറ്റുള്ള എല്ലാവരും എന്താ ഇങ്ങനെയായി പോയാൽ? എന്നെ അവസാനിപ്പിക്കണ്ടായിരുന്നു എല്ലാം. ആ പ്രിയങ്ക ഇല്ലാത്തോണ്ട് അച്ഛനും ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ബാക്കിയുള്ള ജീവിതം അച്ഛനെ അമ്മയെ നോക്കി തീർക്കട്ടെ. വരുൺ പോയിക്കോ. എന്നിട്ടെന്തിനാ ഒറ്റയ്ക്കിരുന്ന് കരയാനാണോ? വേണ്ട, ഇനി അടുത്തേക്കൊന്നും വരണ്ട. നമ്മൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ട. കണിമംഗലത്തിന്റെ പ്രതാപത്തിനനുസരിച്ചൊരു പെൺകുട്ടിയെ അവരെല്ലാരും കൂടി കണ്ടെത്തി തരും. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയെ കണ്ടെത്തി. അച്ഛനും അമ്മയും വീട്ടുകാരും എല്ലാരും കൂടി ആ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോവാ. നന്നായി, നല്ല കുട്ടിയായിരിക്കും. നല്ല കുട്ടിയാ. പക്ഷെ അവളുടെ കുഴപ്പം എന്താണെന്നറിയോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കും. ഭഗവാനെ വിളിച്ച് സങ്കടം പറയും. അതാ പരിപാടി. ഇത്ര പൊട്ടിയായി പോയല്ലോ താൻ. എടോ, അച്ഛനും അമ്മ ഇങ്ങോട്ടാ വരാൻ പോകുന്നേ. എടോ, തന്നെ കണ്ട് നമ്മുടെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാനായിട്ട് അച്ഛനും അമ്മ ഇങ്ങോട്ടാ വരാൻ നിന്ന്. ചുമ്മാ പറയല്ലേ. സത്യാടോ. എടോ, അവരെ എല്ലാവർക്കും സന്തോഷമായി. ആ അവര് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോണ്ടിരിക്കാൻ. എന്നോട് കള്ളം പറഞ്ഞേ. എന്തായിരിക്കും പ്രതികരണമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതാ അങ്ങനെ പറഞ്ഞത്. ഇനി കരഞ്ഞത് മതി. കരഞ്ഞ കൊല്ലും ഞാൻ. വെറുതെ ഞാൻ പേടിച്ചു. ഓ, അപ്പോഴേക്ക് എത്ര ദൂരം അങ്ങ് ഓടിപ്പോയത്. പെണ്ണ് കാണിക്കുന്നു, കല്യാണം കഴിപ്പിക്കുന്നു, കണിമംഗലത്തിന്റെ പ്രതാപം നോക്കുന്നു. ഒന്നങ്ങ് തന്നാണ്ടല്ലോ. തന്നോ, കുഴപ്പമില്ല. തരാനുള്ളതേ അടിയൊന്നുമല്ല. പിന്നെ ഇങ്ങ് വാ. ഇനി നമ്മളെ തടുക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. നമ്മളൊന്നാ.
എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്താ തിരുമേനി ഇത്? കുറച്ചു നേരം കൂടി ഇരിക്കൂ. അല്ല, അത് മനസ്സിലെ പ്രയാസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ചു ദിവസമായിട്ട് ഇരിക്കുകയല്ലേ, അതൊക്കെ അങ്ങ് പോട്ടെ. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് തിരുമേനി. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാൻ വേണ്ടേ? മുത്തശ്ശി, വരുണിത് എവിടെ പോയതാ? അവന്റെ ചങ്ങാതി വിളിച്ചിട്ട് പോയതാ. ഇത്തരം കാര്യങ്ങളൊക്കെ കാരണവന്മാരാണല്ലോ തീരുമാനിക്കുന്നത്. എന്റെ ആവശ്യം എന്താന്നാ അവൻ ചോദിക്കുന്നേ. ആ, കാര്യങ്ങളൊക്കെ അവൻ വിചാരിച്ച വഴിക്ക് ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പൊ നിന്നാൽ എന്താ, നിന്നില്ലെങ്കിൽ എന്താ? നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു. പക്ഷേ പത്മിനിയൊന്നും തുറന്നു പറഞ്ഞില്ല. ഞാനിപ്പോ ഇതിൽ വിശേഷിച്ചെന്താ പറയാ യശോദേ? ഇവർ തമ്മിൽ കൈ കൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ സന്തോഷത്തോടെ നടത്തുക, അങ്ങനെയല്ലേ വേണ്ടത്? അച്ഛാ, ഈ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വലിയൊരു ചടങ്ങായിട്ട് നടത്താനാണോ ഉദ്ദേശിക്കുന്നത്? വേണ്ടടാ, തിരുമേനിയുടെ അവസ്ഥയില് അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു ചടങ്ങ്, എന്നാൽ ഒട്ടും കുറവ് വരുത്താനും പാടില്ല. അതുപോരെ തിരുമേനി? സത്യത്തിൽ ഞാൻ ആലോചിച്ചത് കൃഷ്ണഭഗവാന്റെ മുമ്പിൽ നിന്ന് ഒരു താലി കെട്ടി അവർ ഒന്നിച്ച് ജീവിച്ചോട്ടെ എന്നാ.